ബി ജെ പിയുടെ കേരള ഘടകം പല കാര്യങ്ങളിലും അഴകുഴമ്പൻ നയവുമായി മുന്നോട്ട് പോവുകയാണ്. അവർക്കറിയാം കേരളം പോലൊരു സംസ്ഥാനത്ത് അവർക്ക് ജയിക്കുകയോ ആധിപത്യം നേടുകയോ കഴിയില്ല. അവർക്ക് കിട്ടാവുന്ന പരമാവധി വോട്ട് ഷെയറിലേക്ക് അവർ എത്തിച്ചേർന്നു. ഇനി ആ ഗ്രാഫ് താഴുക മാത്രമേ ഉള്ളൂ. കാരണം പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദുക്കളിൽ നിന്നും, പ്രത്യേകിച്ചും നമുക്കറിയാം ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന കാലത്തുള്ള കൊടിയ ദുഷ്പ്രഭുത്വം, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജാതി വർണ്ണ വിവേചനമാണ് നടന്നത്. ആ ഒരു സാഹചര്യം റീക്രിയേറ്റ് ചെയ്യാനാണ് ബി ജെ പിയും പോഷക സംഘടനകളും കേരളത്തിലെന്നല്ല എല്ലായിടത്തും ശ്രമിക്കുന്നത്. കേരളം പ്രഭുത്വതയുടെ നാടായതുകൊണ്ട് ബി ജെ പിയുടെ ഈ ഹിഡൻ അജണ്ട വളരുന്നില്ല. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഒരുമാതിരി ഒപ്പിച്ചുകൊണ്ട് വന്നിരുന്നത്. ക്രിസ്ത്യാനികളെ വിശ്വാസത്തിലെടുത്ത് ഇവിടെ പല സീറ്റുകളിലും അട്ടിമറി വിജയം നേടുക. എങ്ങനെയാണോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത്, അതേപോലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ സഭകൾക്ക് സഹായം ചെയ്യുന്നു എന്ന രീതിയിൽ, അവരെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ വരുത്തി തീർത്ത് താൽക്കാലികമായി ബി ജെ പിക്ക് കുറേയധികം സീറ്റുകൾ ലഭിക്കുക. ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്ലാൻ. ബി ജെ പിയുടെ അധ്യക്ഷനായി ആ ടെന്യുവർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബി ജെ പിയെ കുറച്ചധികം നേട്ടങ്ങളിലേക്ക് എത്തിച്ചു എന്ന ക്രെഡിറ്റ് അടിച്ചെടുക്കുക. പക്ഷെ അതെല്ലാം വെള്ളത്തിലായിരിക്കുക. നമുക്കറിയാം ഛത്തീസ്ഗഡിലെ ദർഗിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം, അവർക്കെതിരെ കല്ല് വെച്ച നുണകൾ ആരോപിച്ചുകൊണ്ട് ബജ്രംഗദൾ നേതാക്കൾ, ലോക്കൽ നേതാക്കൾ പറയുന്നത് മാത്രം സ്റ്റേറ്റ് പോലീസ് വിശ്വസിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ FIR ഇട്ടു. അവരെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. പക്ഷെ കേസ് തുടരുകയാണ്. ഇവിടെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നിട്ട് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് VHPയുടെ നിലപാടല്ല, BJPയുടെ നിലപാടിനെ, കേരളത്തിലെ ഘടകത്തിൻ്റെ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം മുൻ പ്രസിഡൻ്റായ K. സുരേന്ദ്രനും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട്. ക്രൈസ്തവരിലേക്കും അതുപോലെ ഇസ്ലാം മതത്തിലേക്കും നിരവധിയായിട്ടുള്ള ഹിന്ദുക്കൾ ചേക്കേറുന്നൊരു കാഴ്ചയുണ്ട്. അത് തടയണം എന്നാണ് ഇപ്പോൾ K. സുരേന്ദ്രനും പറയുന്നത്. ഒന്ന് ആലോചിക്കണം, കേരളത്തിലെ BJPയിൽ ഒരു ഭൂരിഭാഗം പേരും കൊഴിഞ്ഞുപോക്കലിൻ്റെ വക്കിലേക്കാണ്. V. മുരളീധരനെയും K. സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും ഒക്കെ താക്കോൽ പദവികളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് BJP എന്നത് നായർ ജനതാ പാർട്ടിയാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായും എങ്ങനെയാണോ BJPക്ക് കഴിഞ്ഞ ലോക്സഭയിൽ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ എൻ ബ്ലോക്കായി ലഭിച്ചത്, അതെല്ലാം കുറയും എന്ന് മാത്രമല്ല, വലിയ തോതിൽ 20% വോട്ട് ഷെയറിലെത്തിയ BJP വീണ്ടും 15% താഴേക്ക് പോകും എന്ന് അവർ ഭയത്തോടെ ചിന്തിക്കുകയാണ്. കാരണം ക്രൈസ്തവർ ഒന്നടങ്കം ഒഴിഞ്ഞാൽ പിന്നെ ക്രൈസ്തവ നേതാക്കളെ BJPയിൽ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി ജോർജ് കുര്യനെ ഉൾപ്പെടെ BJP കേന്ദ്ര നേതൃത്വം മന്ത്രിയാക്കിയിരിക്കുകയാണ്, കേന്ദ്ര സഹമന്ത്രിയാക്കിയിരിക്കുകയാണ്. അവരുൾപ്പെടെയുള്ളവർ ബബ്ബ അടിക്കുകയാണ്.